വിപ്രോ, കൊട്ടക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളുടെ മികച്ച പെർഫോമൻസിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 0.61% ഉയർന്ന് 23,344 ക്ലോസിംഗ് നൽകി. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു. 4,336 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് FIS ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ 23 ട്രേഡിംഗ് സെഷനുകളിലായി ബൈയിങ് സൈഡിലാണ്. 4,322 കോടി രൂപയുടെ ബൈയിങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തിയത്. ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് വരുന്ന ചില സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ്, ആശീർവാദ് ക്യാപിറ്റൽ, ബേസിൽ ഫാർമ, CNDLM, ഡാൽമിയ ഭാരത്, ഹൈ എനർജി ബാറ്ററി ഇന്ത്യ, ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഇന്ത്യ ബാങ്ക് ഹൗസിംഗ്, ഇന്ത്യ സിമൻറ്റ്, ജന സ്മാൾ ഫിനാൻസ് ബാങ്ക്, KEI ഇൻഡസ്ട്രീസ്, കെൻ ഫിനാൻഷ്യൽ സർവീസ്, മനോരമ ഇൻഡസ്ട്രീസ്, നെക്സസ്, PMC ഫിൻകോർപ്പ്, PNB ഹൗസിംഗ് ഫിനാൻസ്, പ്രൈം സെക്യൂരിറ്റീസ്, ടെൻല പ്ലാറ്റ്ഫോം, ടാറ്റ ടെക്നോളജീസ്, യൂക്കോ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളെയും സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ഡിക്സൺ ടെക്നോളജി. ഡിക്സൺ ടെക്നോളജിയുടെ പെർഫോമൻസ് മികച്ചതാണ്. റവന്യൂ 117% വർദ്ധിച്ച് 4,818 കോടിയിൽ നിന്നും 10,461 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ EBITDA 116% വർദ്ധിച്ച് 184 കോടിയിൽ നിന്നും 398 കോടിയിലേക്ക് എത്തുകയും EBITDA മാർജിൻ 3.8%-അടുത്തായി രേഖപ്പെടുത്തുകയും ചെയ്തു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 96 കോടിയിൽ നിന്നും 217 കോടിയിലേക്ക്, അതായത് 126% വർദ്ധിച്ചു. ഒബറോയ് റിയാലിറ്റിയുടെ ക്വാർട്ടർലി റിസൾട്ടിലും മികച്ച പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചു. നെറ്റ് പ്രോഫിറ്റ് 72% ഉയർന്നപ്പോൾ റവന്യൂ 34% ഉയരുകയും EBITDA 68% ഉയരുകയും ചെയ്തു. EBITDA മാർജിൻ 48.3%-ൽ നിന്നും 61%-ലേക്ക് ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 360 കോടിയിൽ നിന്നും 618 കോടിയിലേക്ക്, അതായത് 72% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നത്. കമ്പനിയുടെ EBITDA 509 കോടിയിൽ നിന്നും 886 കോടിയിലേക്ക് ഉയരുകയും റവന്യൂ 1,053 കോടിയിൽ നിന്നും 1,411 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. J&K ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 18% വർദ്ധിച്ച് 1,280 കോടിയിൽ നിന്നും 1,509 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 26% വർദ്ധിച്ച് 421 കോടിയിൽ നിന്നും 532 കോടിയിലേക്ക് എത്തി. അതേസമയം നെറ്റ് NPA 0.85%-ൽ നിന്നും 0.94%-ലേക്ക് ഉയരുകയും ഗ്രോസ് NPA 3.95%-ൽ നിന്നും 4.08%-ലേക്ക് ഉയരുകയും ചെയ്തു. ഗ്രോസ് NPAയും നെറ്റ് NPAയും ഉയർന്നത് ഒരു നെഗറ്റീവ് റിമാർക്കാണ്. എക്സ്ചേഞ്ചായ MCXൻ്റെ അല്ലെങ്കിൽ മൾട്ടി കോമഡിറ്റി എക്സ്ചേഞ്ചിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ എക്സ്ചേഞ്ചിൻ്റെ റവന്യൂ 5%-വും പ്രോഫിറ്റ് 4%-വും വർദ്ധിച്ചു. പ്രോഫിറ്റ് 184 കോടിയിൽ നിന്നും 160 കോടിയിലേക്ക് ഉയർന്നപ്പോൾ റവന്യൂ 285 കോടിയിൽ നിന്നും 301 കോടിയിലേക്ക് ഉയർന്നു. EBITDA 7% വർദ്ധിച്ച് 179 കോടിയിൽ നിന്നും 193 കോടിയിലേക്ക് എത്തുകയും EBITDA മാർജിൻ 62%-ൽ നിന്നും 64%-ലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. L&T ഫിനാൻസിൻ്റെ ടോട്ടൽ ഇൻകം 14% വർദ്ധിച്ച് 3,581 കോടിയിൽ നിന്നും 4,103 കോടിയിലേക്ക് എത്തി. അതേസമയം നെറ്റ് പ്രോഫിറ്റ് 2.6% ഇടിഞ്ഞ് 636 കോടിയിൽ നിന്നും 619 കോടിയിലേക്ക് എത്തി. AGI ഗ്രീൻ പാക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 34% വർദ്ധിച്ചപ്പോൾ റവന്യൂ 7% വർദ്ധിച്ചത്. നെറ്റ് പ്രോഫിറ്റ് 67 കോടിയിൽ നിന്നും 90 കോടിയിലേക്ക് ഉയർന്നപ്പോൾ റവന്യൂ 7% വർദ്ധിച്ച് 625 കോടിയിൽ നിന്നും 658 കോടിയിലേക്ക് എത്തി. EBITDA 20% വർദ്ധിച്ച് 183 കോടിയിൽ നിന്നും 184 കോടിയിലേക്ക് എത്തുകയും EBITDA മാർജിൻ 24%-ൽ നിന്നും 27%-ലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു പ്രധാന സ്റ്റോക്കാണ് വോഡാഫോൺ ഐഡിയ. വോഡാഫോൺ ഐഡിയയുടെ AGR ഡ്യൂസിൽ ഇളവുകൾ ഗവൺമെൻറ് അനുവദിക്കും എന്നുള്ള, അല്ലെങ്കിൽ AGR ഡ്യൂസ് തന്നെ എഴുതിത്തള്ളും എന്ന രീതിയിലുള്ള ചില അപ്ഡേറ്റ് മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതേസമയം ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനൊന്നും വന്നിട്ടില്ല എന്ന് വോഡാഫോൺ ഐഡിയയും എക്സ്ചേഞ്ചിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വോഡാഫോൺ ഐഡിയ എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. JSW MG മോട്ടോർ ഇന്ത്യയിൽ 2 പുതിയ ഡീലർഷിപ്പുകൾ അഹമ്മദാബാദിലും കൊൽക്കത്തയിലും ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ലാൻഡ്മാർക്ക് കാർ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. REC എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. REC രാജസ്ഥാൻ
പാർട്ട് പവർ വൺ ട്രാൻസ്മിഷൻ്റെ സ്റ്റേക്കുകൾ അദാനി എനർജി സൊല്യൂഷന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ REC എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഒബറോയ് റിയാലിറ്റിയെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഫോക്കസ് ചെയ്യാം. ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പവർ ട്രാൻസ്ഫോർമേഷൻ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ഇൻഡസ്ട്രീസിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഫ്രാൻസിൽ ഒരു ഡെലിവറി സെൻറ്റർ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് TCS എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. അവന്യൂ സൂപ്പർ മാർട്ട് പഞ്ചാബിലെ അമൃത്സറിൽ പുതിയൊരു സ്റ്റോർ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 388 ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോറൻറ്റ് പവറിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായി ടോറൻറ്റ് ഊർജ 37 എന്ന പവർ ഗ്രീൻ എനർജി കമ്പനിയെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ടോറൻറ്റ് പവർ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്